അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഈ പുഞ്ചഗിരി ദേശത്ത് കർത്താവെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവെ വീണ്ടും ഒരു പരസ്യയോഗം നടത്തുവാൻ പരിശുദ്ധനായ ദൈവം അവിടുന്ന് സഹായിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഈ ദേശത്തെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അനേകർ കർത്താവിനെ അറിയുവാൻ ഈ നാളുകൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. ഈ പുഞ്ചക്കരി ദേശത്ത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനാണ്. അപ്പച്ച നിന്റെ നാമം അനേക ഇടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. അനേക ഹൃദയങ്ങളിലേക്ക് ആശ്വാസമായി ഇറങ്ങി ചെല്ലട്ടെ. അനേക രോഗികളുണ്ട് അങ്ങയുടെ വചനം കേട്ട് സൗഖ്യമാകട്ടെ. പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിടുന്ന് സഹായിക്കണമേ. ഗാനങ്ങൾ പാടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ബലപ്പെടുത്തണമേ. മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ഈ സമയം അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സംസാരിക്കുന്ന അങ്ങയുടെ ദൈവദാസന്മാരെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമാഴമായ ദൈവവചനത്തെക്കുറിച്ച് ദേശത്തോട് വിളിച്ചു പറയുവാൻ സ്വർഗത്തിലെ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അതിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷമുള്ള സമയത്ത് ദൈവത്തിൻ്റെ കൃപയും കാവലും കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനയെ പോലുള്ളവരെ, കപ്പലിലുറങ്ങിടും യോനയെ പോലുള്ളവരെ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. കൃപയുടെ വാതിലി പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ
യേശു വിളിച്ചിടുന്നു. വാഴുന്നാളെല്ലാം പിന്നാളായി ഭാരത്തോടെ നീ കഴിയുകയോ. വാഴുന്നാളെല്ലാം പിന്നാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നോടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വന്നോടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോറുടയവരും. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോറുടയവരും. കൂടുവിട്ടോ നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. കൂടുവിട്ടോ നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്മാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്മാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ. മറക്കാതെ നിന്റെ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ. മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വനത്തിൻ കീഴെ ഭൂമി മീതെ വാനവനേശു നാമമെന്നെ. വാനത്തിൻ കീഴെ ഭൂമി മീതെ വാനവനേശു നാമമെന്നെ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു താൻ വഴിയേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും. കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തന്നടിപ്പിണരാൻ. കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തന്നടിപ്പിണരാൽ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ. നിത്യജീവൻ നിനക്കേകിടുമേ.
നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മധ്യാഹ്നം കഴിഞ്ഞ ഈ സമയത്ത് ഈ പുണ്യക്രിയയുടെ ദേശത്തേക്ക് കടന്നു വരുവാനും വലിയവനായ ദൈവത്തിന്റെ നാമം ഉയർത്തിപ്പവനുമല്ല, വലിയവനായ ദൈവം സഹായിക്കേണ്ടതിനായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ദേശത്തോട് മനസ്സറിയട്ടെ, ദേശവാസികളോട് കൃപ തോന്നട്ടെ. ഞങ്ങൾ ഈ നടത്തുന്ന പരസ്യയോഗം GGM ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് പാലപ്പൂരിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരസ്യയോഗം ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ യേശുവിനെ ഉയർത്തുക, യേശുവിന്റെ വചനം സംസാരിക്കുക. ഇതാണ് ഞങ്ങൾ നിക്ഷിപ്തമായത്. എന്തുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, നരഭോജിയായിരുന്ന മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയ ദൈവത്തിന്റെ വചനം ഈ ദേശത്ത് വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് ഒരവസരം കൂടി ലഭിച്ചു എന്നുള്ളതാണ്. ദേശം വിടിവിക്കപ്പെടുവാൻ, ദേശവാസികൾ വിടിവിക്കപ്പെടുവാൻ, അനുഗ്രഹം പ്രാപിക്കുന്ന ദൈവത്തെ അറിയുവാൻ ഒരു മുഖാന്തരമായി തീരുന്നുവെങ്കിൽ തീർച്ചയായും ഇത് ദേശത്തിനും ദേശവാസികൾക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ ഈ പരസ്യയോഗം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ശ്രമിക്കുന്ന പ്രിയ നല്ലവരായ നാട്ടുകാർക്ക് വേഗം വരുന്നവനെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ദൈവിക വചനം നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും. ഞങ്ങൾ കൊണ്ടു നടക്കുന്ന സത്യവേദ പുസ്തകത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. ഇത് 40 പരം വ്യക്തികൾ 1600 വർഷങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഒരു യോഗ്യതമില്ലാത്ത വ്യക്തികളാൽ എഴുതപ്പെട്ട് ഇതിനെ കൂട്ടിച്ചേർത്ത് ഒരു മാലയുടെ മുത്ത പോലെ എല്ലാം കൂട്ടിയിണക്കി ഞങ്ങൾ ഇത് ചുമക്കുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. ഇത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമം, ഒന്ന് പുതിയ നിയമം. ഈ 2 പുസ്തകങ്ങൾ അടങ്ങിയതാണ്. ഇതിൽ 66 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പഴയ നിയമമല്ല ഹീബ്രു ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് അരാമ്യ ഭാഷകളിലും എഴുതപ്പെട്ട ഈ പുസ്തകം ഒരു അമേരിക്കൻ സാഹിബാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കുവാനിടയായി തീർന്നു. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ പുസ്തകം 469 ഭാഷകളിൽ ലോകത്തിന്റെ 5 വൻകരകളിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് നൽകുവാനിടയായി തീർന്നു. 5000 കോടിയിൽ പരം പുസ്തകങ്ങൾ ഈ ബൈബിൾ വിറ്റ് തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചരിത്രമാണ്, ഇത് നടന്ന സംഭവമാണ്. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ അതിശയമായി തോന്നിയേക്കാം, ഇത്രയും പുസ്തകങ്ങൾ വിറ്റോ എന്ന് ചോദിച്ചേക്കാം. ശരി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പരിഹാസം അനുഭവിക്കുന്ന ഒരു പുസ്തകവും പീഡനങ്ങളും അനുഭവിക്കുന്നതുമായ ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പറയാനുള്ളൂ. പൗലോസ് പറയുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ ഉയർത്തിക്കാട്ടുവാൻ അവനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഞങ്ങൾ നിക്ഷബ്ദമായിരിക്കുന്ന അവന്റെ സ്നേഹത്തെ കുറിച്ച് ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് അവസരം നേടിയ ദൈവത്തിന് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന പ്രിയമുള്ളവര്. നരഭോജികളെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അതിൽ ഞാൻ പ്രസംഗിക്കുന്ന ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സത്യവേദ പുസ്തകം മാത്രമേ ഉള്ളൂവെന്ന് ഉറപ്പിച്ചു പറയുവാൻ ഞങ്ങൾക്ക് ആർക്കും മടിയില്ല. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവീയ സ്നേഹം, അത് ഞങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി മാതൃകയാക്കി കൊടുക്കുവാൻ ഞങ്ങളെ തന്നെ നിങ്ങളുടെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയോടെ കൊണ്ട് മരിച്ചുപോയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്.
ആ ജീവിതം എങ്ങനെയാണെന്നും അതെങ്ങനെയൊക്കെയെല്ലാം ആണെന്നുമെല്ലാം വിവരിക്കുന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതിന് അടിസ്ഥാനമിട്ടിരിക്കുന്നത് അവൻ ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നു, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന്. ഈ ലോകത്ത് 5 വൻകരകളിലും ഉള്ള മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി 2024 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ യാഗമായി തീരുവാനിടയായി തീർന്നു. ക്രൂശിക്കപ്പെട്ടവനായി യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ലജ്ജയില്ല, ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേദപുസ്തകത്തെ കുറിച്ച് നിങ്ങൾ 2 വാക്ക് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് പറഞ്ഞുപോയി എന്ന് മാത്രം. ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ നിന്നെ അനുഭവിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ഞങ്ങൾ ചുമക്കുന്ന വേദപുസ്തകം മാത്രമേ ഉള്ളൂ. കാരണം ഇതിനെ ഒരു നിത്യത പറയുന്ന ഒരു പുസ്തകമാണ്. ഭൂതകാലം, വർത്തമാനങ്ങൾ, ഭാവികാലമായ രീതികളിൽ ഈ പുസ്തകം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ സംസാരിക്കുന്ന ദൈവിക വചനം നമ്മുടെ ജീവിതം ആരെ ഏറ്റെടുക്കുന്നുവോ അവർക്കൊരു നിത്യതയുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു മനുഷ്യനും നശിച്ചു പോകുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഇതിനെ രക്ഷിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു. ഞങ്ങൾക്ക് ഒരു നിത്യതയുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ വിശ്വാസത്തിന് കോട്ടം വരാതിരിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ഞാനും കടമപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് ഏറ്റെടുക്കാം, ഇല്ലാത്തവർക്ക് നിരസിക്കാം. ദൈവം ഈ വചനങ്ങൾ ഈ പുസ്തകത്തിനകത്ത് 1183 അധ്യായങ്ങളടങ്ങിയ ഈ പുസ്തകം ചുമക്കുവാൻ ഞങ്ങൾ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യമുള്ളൂ. ഒരു കുട്ടിച്ചാത്തൻ സേവയുള്ള കുടുംബത്തിൽ നിന്ന് ഞാൻ ഈ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവനാണ്. ആ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ അവസാനം കണ്ടെത്തിയ ഒരേ ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. ആ സത്യവേദ പുസ്തകത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ഒരു ലജ്ജയുമില്ല. കാരണം ഞങ്ങൾ ഇത്രത്തോളം നടത്തിയ ദൈവം, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അവൻ കാൽവരിയിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയ ആ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങൾ കടമപ്പെട്ടവരാണ്. ആ സ്നേഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇന്ന് മധ്യാഹ്നം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കടന്നു വരുവാനും ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് കാണുവാനും നമുക്ക് ദൈവിക വചനം സംസാരിക്കുവാനുമെല്ലാം ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഞങ്ങളെ മാന്യ സ്നേഹിത സഹോദര സഹോദരിയെ, നിനക്കൊരു രക്ഷയുണ്ട്, അത് യേശുവിലാണെന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആ രക്ഷ കരസ്ഥമാക്കുവാൻ നിങ്ങൾ യേശുവിലേക്ക്, ആ രക്ഷയിലേക്ക് നിങ്ങൾ കടന്നു വരിക. നിങ്ങൾ ദൈവത്തെ അറിയുക. ജീവിതത്തിന് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഏത് പുസ്തകം? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു നിത്യത ഒരിക്കൽ ഞാൻ നിങ്ങളും അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഈ ദേശത്ത് അനേകം വ്യക്തികൾ പാപത്തിന് അടിമകളായി നടക്കുന്നവരുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വിളിച്ചു പറയാനല്ല ഞങ്ങളിവിടെ വന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു യേശുവിനെ പ്രസംഗിക്കുവാൻ. അതിനായി ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവവചനത്തിൽ നിന്ന് ഗോസ്ബൽ മിനിസ്റ്റർ പാലപ്പൂര് സാബു അവർ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹവും ശ്രേഷ്ഠവുമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ സായം സന്ധ്യയിൽ ഈ പുച്ചക്കരി ദേശത്ത് എന്റെ സ്നേഹ സഹോദരങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ അതിനുള്ളൊരു നല്ലൊരു അവസരത്തെ ദൈവം ഒരുക്കി തന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഞങ്ങൾ ഇതിനൊക്കെ കടന്നു വരുന്നത് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഈ ഭൂമിക്ക് നിലനിൽപ്പ് വളരെ കുറച്ചു നാളുകൾ മാത്രമേ ഉള്ളൂ എന്ന് ശാസ്ത്രം പോലും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാറ്റമില്ലാത്ത സുവിശേഷം വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഇതിനൊരവസാനമുണ്ട്.
ഈ അവസാനം ഇപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നതിനെ കുറിച്ച് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു എന്ന് ഞങ്ങൾ ധൈര്യമായി നിങ്ങളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സംഭവങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പാൻ. എന്നാൽ മനുഷ്യൻ സ്വന്തം വഴികൾ കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും ആ വഴികളിലൂടെ നടന്ന് പാപത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. ആദ്യ മാതാപിതാക്കളായിരുന്ന ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൽ, മനോഹരമായ ഒരു തോട്ടത്തിൽ ആ തോട്ടം സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചു. പക്ഷേ അവിടേക്ക് സ്തോത്രം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന കെരൂബുകൾ ദൈവസന്നിധിയിൽ പാപം ചെയ്തത് മുഖാന്തരം അവരെ വെട്ടി ഈ ഭൂമിയിൽ വീഴ്ത്തുവാനായിട്ട് എടുത്തു. അങ്ങനെ ആ പാമ്പ് ഉപായേന ഹവ്വയുടെ അടുക്കൽ വരികയും അവളെ പാപത്തിലേക്ക് വഴുതി വിടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. അത് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യൻ നേരായി ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാതെ പാമ്പ് മനുഷ്യനെ ചതിക്കുവാൻ, വഞ്ചിക്കുവാൻ, വഞ്ചനയുടെ ആത്മാവുമായി അവിടെ കടന്നു വരികയും പാപത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. ആ സ്ത്രീ പാമ്പ് പറഞ്ഞ വാക്ക് കേട്ടു, ദൈവം പറഞ്ഞ വാക്ക് നിരസിക്കുന്നതായിട്ട് കാണുവാനായി സാധിക്കും. താൻ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഇന്നോ ഏറ്റവും നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കത്തില്ല. ഭൗതികമായുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ, ഇതൊക്കെയാണല്ലോ നോട്ടം. എന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വിലയെക്കുറിച്ച് തിരിച്ചറിയണം. അത് സത്യവേദ പുസ്തകമാണ് നമ്മെ അത് ബോധ്യപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വൈകിയ വേളയിൽ വന്ന് ഈ ദേശത്ത് സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്നാൽ ഹവ്വ തന്റെ ഭർത്താവിന് കൊടുത്തു, ആദാമിനും അത് കൊടുക്കുന്നതായിട്ട് കാണുവാനായി സാധിക്കുന്നു. അവർ ഭക്ഷിച്ചു, ഇരുവരും നഗ്നരായി തീർന്നു. അതുവരെ ദൈവത്തിന്റെ തേജസ്സിനാൽ മൂടപ്പെട്ടിരുന്ന മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ നഗ്നരെന്ന് കണ്ടപ്പോൾ അത്തി ഇല കൊണ്ട് അവർ അരയാടെ ഉണ്ടാക്കി ഉടുത്തു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി. എന്നാൽ സ്വർഗത്തിലെ ദൈവം തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ വെയിലാകുന്ന സമയത്ത് അവൻ ഇറങ്ങി വരാറുണ്ട്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവരെ വിളിക്കുമ്പോൾ ഇവർ ഒളിച്ചു കളഞ്ഞതായിട്ട് കാണുവാനായി സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് അവർ ഒളിച്ചു കളഞ്ഞു? അവർ നഗ്നരെന്ന് അവർക്ക് മനസ്സിലായി. അതുവരെ അവരുടെ നഗ്നരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ പാപം ചെയ്തത് മുഖാന്തരം അവർ നഗ്നരായി തീർന്നു. ഈ മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പിതാവായി ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അവന്റെ പേരാണ് സ്നാപകയോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സ്നാപക യോഹന്നാനെ അയച്ചു വഴി ഒരുക്കുവാൻ. അവൻ വന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതേ കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പാൻ ആർദ്ദങ്ങളെ ഉപദേശിച്ചു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ടൊരു വഴി തുറക്കുവാനായിട്ടാണ് സ്നാപക യോഹന്നാൻ വന്നത്. കർത്താവിന് വഴി ഒരുക്കി കൊടുത്തു. യോർദാനിൽ സ്നാപക യോഹന്നാൻ സ്നാനമേറ്റ് കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാൻ യേശു ഈ ഭൂമിയിൽ 33 വർഷക്കാലം ജീവിച്ചു. അത് 3.5 വർഷക്കാലമാണ് പരസ്യ ശുശ്രൂഷ നടത്തിയത്. ഞാൻ പറയട്ടെ,
പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം മനുഷ്യൻ ഒരിക്കൽ ജലപ്രളയത്താൽ ഈ ഭൂമിയെ ദൈവം നശിപ്പിച്ചു എന്ന് കാണുവാനായി സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം മനുഷ്യന്റെ പ്രവൃത്തി വലിയത്, അല്ലെങ്കിൽ ഭാഷ ഒന്ന്, ജനമൊന്ന്, സ്തോത്രം അവർ ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളിലൂടെ നടന്നു പോകുവാൻ സ്തോത്രം ഇടയായത് മുഖാന്തരം ദൈവം ഇറങ്ങി വരുമ്പോൾ ബാബേൽ ഗോപുരം പണിയുന്നു. അതായത് ഇന്നത്തെ ഇറാഖ്, സ്തോത്രം അവിടെ ബാബേൽ ഗോപുരം പണിത് ഉയർത്തുകയാണ്. മനുഷ്യൻ വിചാരിച്ചാൽ പലതും നടക്കും എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സിലാക്കിക്കൊണ്ട് ഭാഷ ഒന്ന്, ജനമൊന്ന്, സ്തോത്രം അന്ന് ആ ബാബേൽ ഗോപുരം ദൈവം പൊളിക്കുവാൻ സ്തോത്രം അവരുടെ ഭാഷയെ ദൈവം കലക്കിക്കളഞ്ഞതായിട്ട് കാണുവാനായി സാധിക്കുന്നു. ആ ഭാഷ കലക്കി കഴിഞ്ഞപ്പോൾ സ്തോത്രം മനുഷ്യർ ആ ദേശത്തുനിന്ന് പലയിടങ്ങളിലേക്ക് ചിന്നിച്ചിതറി പോകുവാനായിട്ടിടയിൽ തീർന്നു. അങ്ങനെയാണ് പലയിടങ്ങൾ പല ഭാഷകളായി മനുഷ്യർ വേർതിരിയുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. ഭാഷ സ്തോത്രം ഒന്നായിരുന്നപ്പോൾ ഒരു കൂട്ടായി നിന്ന് അവർ ബാബേൽ ഗോപുരം പണിതു. സ്തോത്രം ഇങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പലതും സ്തോത്രം വിചാരിച്ച അത് നേടുവാനായി സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ദൈവം അതിന് ആ ഭാഷയെ കലക്കിക്കളഞ്ഞതെന്ന് അവിടെ കാണുവാനായി സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം ആ മനുഷ്യനെ പാപത്തിൽ പാപ വഴികളിലൂടെ സ്തോത്രം നോഹയുടെ കാലത്തിൽ ജലപ്രളയത്തിലൂടെ ജനത്തെ നശിപ്പിച്ചതിനു ശേഷം ഈ മനുഷ്യർ സ്തോത്രം ഭാഷയൊന്നും ജനമൊന്നായി തീർന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരുടെ ഭാഷയെല്ലാം കലക്കി അവർ ഛിന്ന ഭിന്നമായി തീർന്നു. ആ മനുഷ്യരെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിലേക്ക് വേണ്ടി പഴയ ആ സ്തോത്രം പാപബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നൽകുന്നതിലേക്ക് വേണ്ടി പിതാവായി ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് കാണുവാനായി സാധിക്കുന്നു. അവനത്രേ നസ്രയനായ യേശു. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശു ക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തു ജനിക്കുമെന്നും അവൻ ഈ ഭൂമിയിൽ വരുമെന്നും ആ സ്തോത്രം അവൻ പാപത്തിന് പരിഹാരമായി യാഗമായി തീരുമെന്നുള്ള കാര്യാദികളെ കുറിച്ച് വളരെ വ്യക്തമായി വിളിച്ചു പറയുവാനായിട്ട് എഴുത്തുന്നു. അതുകൊണ്ട് സ്തോത്രം നമുക്കറിയാം, ഹല്ലേലൂയ, ബെത്ലഹേമിൽ കർത്താവായ യേശു ക്രിസ്തു പൂജാതനായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു. 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ട് യേശു കാൽത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി സ്തോത്രം ഉദയിച്ചതായിട്ട് കാണുവാനായി സാധിക്കുന്നു. അവനെ ഒന്ന് കിടത്തുവാൻ സ്ഥലമില്ലാതെ വഴിയമ്പലത്തിൽ സ്തോത്രം സ്ഥലമില്ലാതെ വന്നപ്പോൾ പുൽത്തൊഴുത്തിൽ കൊണ്ടുവന്ന് കിടത്തിയെന്ന ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് മനുഷ്യന് നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല സൗഭാഗ്യങ്ങളുണ്ട്, നല്ല ഹോസ്പിറ്റലുകളുണ്ട്. സ്തോത്രം എന്നാൽ ഒരു സ്തോത്രം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സകല മഹിമകളും വെടിഞ്ഞ് താണിറങ്ങി വന്ന ദൈവം അവന്റെ ഉദയം തന്നെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം വഴിയിൽ പ്രസവിച്ച് അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ യേശു സ്തോത്രം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? സ്തോത്രം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു പുനരുത്ഥാനമില്ല. ആദാമിൽ നാം മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നാം ഉയർക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവവൈതെന്ന സ്തോത്രം ക്രിസ്തുവിന്റെ മക്കളായി തീരുവാനായിട്ട് ഇരിക്കണം. അഥവാ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നന്മയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവന്റെ മക്കളായി തീരുവാനായിട്ട് സാധിക്കും. ആ ഒരു നല്ല അനുഭവത്തിലേക്ക് കാര്യം സ്തോത്രം ഹല്ലേലൂയ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. യേശുവിന്റെ അടുക്കൽ വന്നാൽ നിത്യമായ ഒരു സന്തോഷവും സമാധാനവും നിത്യരക്ഷയും യേശുവിടെ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി സ്തോത്രം വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പാപത്തിൽ വീണിരിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സ്തോത്രം സകല മഹിമകളും വെടിഞ്ഞാണ് സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് എവിടെ നോക്കിയാലും ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല. ജീവിതത്തിൽ ദുഃഖത്തിൻ്റെതായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്തോത്രം ഏത് ഭവനം എടുത്തു നോക്കിയാലും അതിനകത്ത് സ്തോത്രം വേദനയുടെ അനുഭവമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ ഹല്ലേലൂയ നിത്യ സന്തോഷവും നിത്യ സമാധാനവും നിത്യ ആനന്ദവും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്ത സർവശക്തനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഒരു വലിയ സന്തോഷവും സമാധാനവും അനുഭവിക്കും മനുഷ്യർ. സ്തോത്രം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ മരിക്കുന്നത് കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് പലരും ചിന്തിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ശരീരം മണ്ണുകൊണ്ട് എടുത്തത് കൊണ്ട് മണ്ണിലേക്ക് ചേരും. ആത്മാവ് അത് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് അത് മടങ്ങിപ്പോകേണ്ടി വരും. സ്തോത്രം അത് തീക്കോ വെള്ളത്തിനോ ഒന്നിനും ആത്മാവിനെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല.
സ്തോത്രം. ഹല്ലേലൂയ. ആ നശിച്ചു പോകാൻ ആ ആത്മാവ് നശിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വന്നാൽ സ്തോത്രം, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, രക്ഷയുണ്ട്. അതല്ലെങ്കിൽ സ്വർഗമുണ്ട്. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ പാപം വിട്ടൊരു നല്ല ജീവിതം നയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനു വേണ്ടിയിട്ട്, ആ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സ്തോത്രം. യേശുവിന്റെ മഹത്വം ഞാനും നിങ്ങൾ തിരിച്ചറിയുവാൻ, ഞാനും ഒരു കാലത്ത് പാപത്തിന് അടിമപ്പെട്ട് കിടന്നെടുത്തുനിന്ന് സത്യത്തെ തിരിച്ചറിയുവാൻ ദൈവം നല്ലൊരു അവസരം തന്നു. ഇന്ന് ഈ രക്ഷയുടെ സന്ദേശം നിങ്ങളോട് വിളിച്ചു പറയുവാൻ അതിനുള്ള അവസരം, അതിന് വഴിയൊരുക്കിയത് മുഖാന്തരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനും വളരെ ദൂരെ നിന്നുള്ള ആളല്ല, ഇവിടെ പാലപ്പൂരുള്ള ആളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ സ്തോത്രം ഒരു മടിയുമില്ല. കാര്യം ഞാനും സ്തോത്രം വളരെ വേദനയും പ്രയാസവും കഷ്ടതയും ദുഃഖവും നിരാശകളിലൂടെ കടന്നുപോയ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടൊരുവരാണ്. സ്തോത്രം. ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം എന്നെയും വിളിച്ചു വേർതിരിച്ചത്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിലേക്ക് വേണ്ടി സ്തോത്രം, ഈ ലോകത്തിൽ ഒരു മരുന്നിനോ മന്ത്രത്തിനോ ഒന്നിനും കഴിയത്തില്ല. എന്നാൽ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് മാറ്റം വരുത്തുവാൻ യേശുവിന്റെ വചനങ്ങൾക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ, ചിന്തകളെ മാറ്റിത്തരുവാൻ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റിത്തരുവാൻ, നിങ്ങളുടെ കഷ്ടതകളെ മാറ്റിത്തരുവാൻ യേശുവിന്റെ അടുക്കൽ വരുന്നു എങ്കിൽ നിശ്ചയമായൊരു പരിപൂർണമായ ആശ്വാസവും സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനായിട്ട് ഇടത്തരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് നിങ്ങളെ പൂർണ്ണമായി നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ് എന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നു. ഈ ദേശത്ത് ഹല്ലേലൂയ, സ്തോത്രം, മദ്യത്തിന് അടിമപ്പെട്ട് കഴിയുന്ന എത്രയോ വ്യക്തി ജീവിതങ്ങളുണ്ട്. സ്തോത്രം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർ എത്രയോ പേരുണ്ട്. സ്തോത്രം. ഇത് മുഖാന്തരം എത്രയോ കുടുംബങ്ങൾ ഹല്ലേലൂയ ഇന്ന് വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ, ഒരു സന്തോഷമില്ലാതെ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, സഹോദര, നിന്റെ ജീവിതം ക്രൈസ്തവരെ നശിപ്പിച്ചു കളയാനല്ല, നിന്റെ ജീവിതം ഹല്ലേലൂയ നല്ല സന്തോഷപൂർണ്ണമായി മാറണമെങ്കിൽ യേശുവിലേക്ക് നീ കടന്നു വരണം. നിന്റെ ജീവിതത്തിൽ പാപത്തെ വിട്ടൊഴിയണം, മദ്യത്തെ പൂർണ്ണമായി വീക്ഷിക്കണം. ക്രൈസ്തവ ദുർശീലങ്ങൾ നീ പൂർണ്ണമായി വിട്ടുകളയുമ്പോൾ നിന്റെ കുടുംബം സന്തോഷിക്കുവാനായിട്ട് ഇടയിത്തരും, നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയിത്തരും, നിന്റെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയിത്തരും. ക്രൈസ്തവ അതുകൊണ്ട് പാപത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു പോകാൻ ക്രൈസ്തവ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. മദ്യത്തിന് അടിമപ്പെട്ടവർ സ്തോത്രം ആരാണെങ്കിൽ പൂർണ്ണമായി അത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നിമിഷം യേശുവിനോട് പറഞ്ഞാൽ, കർത്താവേ, എനിക്ക് ഇതിൽ നിന്ന് മാറ്റം എന്റെ ജീവിതത്തിൽ അതൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് പൂർണ്ണമായൊരു മാറ്റത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ പൂർണ്ണമായി ഒന്ന് സ്വതന്ത്രമാക്കണമെന്ന്, അതിൽ നിന്ന് എനിക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി യേശുവേ എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമുക്കറിയുന്ന എത്രയോ കുടുംബങ്ങളിൽ മദ്യത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട മുഖാന്തരം സ്തോത്രം പൈസകൾ കയ്യിലില്ലാതെ വരുമ്പോൾ വീട്ടിനകത്ത് മദ്യത്തിനും സ്തോത്രം പൈസ കിട്ടാതെ വരുമ്പോൾ മാതാപിതാക്കളെ കൊല്ലുന്ന അനുഭവം. ക്രൈസ്തവോ, എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സ്തോത്രം പത്രത്തിൽ വന്ന ഒരു സംഭവമാണല്ലോ, കല്ലൂര്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മകനോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം ആ മകൻ അമ്മയെ സ്തോത്രം ഹല്ലേലൂയ കത്തിക്കൊണ്ട് കുത്തി കൊന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഹല്ലേലൂയ. കുടുംബത്തിൽ എത്ര സമാധാനമുണ്ട്, എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യ സമയത്ത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഈ ദേശം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം സ്നേഹിക്കുകയാണ്. ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയിത്തരുന്നത്. അതുകൊണ്ട് മദ്യത്തിന് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് ജീവിതത്തിൽ സമാധാനമില്ലാതെ കഴിയുന്നവർക്ക് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ ഹല്ലേലൂയ അങ്ങനെയുള്ള വേദനകൾ അനുഭവിക്കുന്ന കുടുംബം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അതിനൊരു മോചനം തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പഴയകാല ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മിഷണറിമാർ ഈ ഭൂമിയിൽ കടന്നു വന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യക്കകത്ത് കടന്നു വന്ന് അവർ സ്തോത്രം സുവിശേഷം ഈ ദേശത്ത് വിളമ്പിയത് മുഖാന്തരം ഹല്ലേലൂയ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശം കാണുവാനായിട്ട് ഇടയിത്തീർന്നു. വിദ്യാഭ്യാസം ഇല്ലായിരുന്നിടത്ത് വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നു. നമുക്ക് സ്തോത്രം വസ്ത്രം ധരിക്കുവാൻ
ജീവിക്കുവാൻ മാറുമറയ്ക്കുവാൻ സാഹചര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും സാഹചര്യം ഒരുക്കിയത് ഈ സത്യസുവിശേഷം ഈ ദേശത്ത് കടന്നു വന്നത് മുഖാന്തരമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ സ്തോത്രം കാലയോടൊപ്പം ചേർത്ത് നിലമുഴുന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജാതി മേധാവിത്വം ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം വരുവാൻ കാരണമായി തോന്നുന്നത് പ്രൈസ് ദി ലോർഡ് ഈ സുവിശേഷം ഈ ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വളർന്നു വന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ അത് വ്യാപിച്ചിരിച്ചത് കൊണ്ടാണ്. അത് സ്തോത്രം ഹല്ലേലൂയ ഇന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സത്യ സുവിശേഷം മനസ്സിലാക്കുവാനും മാത്രമല്ല നല്ല ഉയർച്ചകൾ ഓരോ കുടുംബത്തിനും നമുക്കറിയുന്ന വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ഉയർച്ചകൾ എല്ലാ കുടുംബങ്ങളിലും ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പൂർവ്വ പിതാക്കന്മാർ അനുഭവിക്കാൻ കഴിയാത്തത് ഇന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു കഷ്ടതയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്തോത്രം അവർ അനേകര് കർത്താവിന് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെട്ട് അനേകം മിഷണറിമാർ അവരുടെ സ്വന്തം സ്വത്തുക്കളെല്ലാം വിറ്റുപറക്കി ഈ നാട്ടിൽ വന്ന് ഹല്ലേലൂയ നമ്മളെപ്പോലുള്ള സാധുക്കളായിരുന്നവർക്ക് സ്തോത്രം ഹല്ലേലൂയ അവർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ സ്തോത്രം വിദ്യാഭ്യാസവും ഒക്കെ നൽകി ഇന്ന് അതുകൊണ്ടാണ് ഈ രക്ഷയൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അതേ നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന യേശുവിന്റെ സ്നേഹം ഈ ദേശത്തിന്റെ മേലും ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ദൈവം നല്ലൊരു അവസരത്തെ ഒരുക്കി തന്നൊരു ഓർത്ത് ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പ്രൈസ് ദി ലോർഡ്. ഏകനാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമി സ്തോത്രം തീക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഈ ഭൂമിയെ ദൈവം ഇനി സ്തോത്രം തീയാൽ നശിപ്പിക്കും. ഒരിക്കൽ ജലപ്രളയത്തിലൂടെ ഭൂമിയെ നശിപ്പിച്ചുവെങ്കിൽ നമുക്ക് നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയത്തിലൂടെയാണ് ദൈവം ഈ ഭൂമിയെ നശിപ്പിച്ചത്. കാര്യം മനുഷ്യന്റെ ദുഷ്ടത അത്ര വലുതായിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ആര് പറഞ്ഞാലും ഇപ്പോൾ തന്നെ സ്തോത്രം മനുഷ്യൻ സസ്രാഗികളായിക്കൊണ്ടിരിക്കുക, വമ്പ് പറയുന്നവർ റേഷനിക്കാർ ആർക്കും വഴങ്ങാത്തവരായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഒരു വീട്ടിനകത്ത് അപ്പൻ പറയുന്നത് മക്കൾ കേൾക്കത്തില്ല, മക്കൾ പറയുന്നത് സ്തോത്രം നല്ല കാര്യങ്ങൾ ആണെങ്കിൽ പോലും അപ്പനും കേൾക്കത്തില്ല. ആരെയും സ്നേഹിക്കാത്ത ആർക്കും വഴങ്ങാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഈ നാളുകൾ കടന്നു പോകുമ്പോൾ സ്തോത്രം യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിന് സ്തോത്രം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആ സ്നേഹത്തെ അത് രുചിച്ചറിയുവാൻ സ്വർഗ്ഗം അതിനുള്ള അവസരത്തെ ഒരുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലേക്ക് ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. അങ്ങനെ അത്താഴം കഴിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുമെങ്കിൽ നിശ്ചയമായ ആ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് ഇടയിൽ കാൽവരി മേറ്റില് 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം 3 ആണിമേൽ തൂങ്ങി മരിച്ചത് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരത്തിനായിട്ടാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, ഒരു ജാതിക്ക് വേണ്ടിയിട്ടല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടല്ല. ഹാലലിയ. മുഴു ലോകത്തിന്റെയും പാപത്തെ ചുവന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചുവെങ്കിൽ ഹാലലിയ അവൻ വീണ്ടും വിളിക്കുക, യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. അവൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ സന്തോഷം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തി ഹല്ലേലൂയ ഒരു അകൃത്യയാഗമായി ഊനമില്ലാത്ത പാപമില്ലാത്ത ഒരുവൻ യാഗമായി തീരണം എന്നുള്ള ആ സത്യം അത് യേശു ക്രിസ്തുവിലൂടെ സ്തോത്രം അത് യാഥാർത്ഥ്യമായി തീർന്നു. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പൂർണ്ണമായി ഒരു ദൈവവൈതലായി തീരുവാൻ ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ സമയത്ത് ഈ ദേശത്ത് ഞങ്ങൾക്ക് കടന്നു വന്ന് ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ നല്ലൊരു അവസരത്തെ ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, മദ്യം അനേകരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനമില്ലായിരുന്നു ഇല്ലാതെ വരുന്നു. മരുന്നുകൾക്ക് അടിമപ്പെട്ട് അതില്ലാതെ വരുമ്പോൾ സ്വയം ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ചിലർ ഹാലലിയ പണം കിട്ടാതെ വരുമ്പോൾ സ്തോത്രം ഹാലലിയ മറ്റ് പലതരത്തിലുള്ള ആത്മഹത്യകൾക്ക് അവർ ഒഴുകുന്നതായിട്ട് കാണുവാനായി സാധിക്കുന്നു. ജീവിതം നശിപ്പിക്കുന്നു. ഇന്ന് സ്തോത്രം മുൻപ് അല്ലെങ്കിൽ ആണുങ്ങളായിരുന്നു മദ്യപിച്ചുകൊണ്ടിരുന്നത്, മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നാം നോക്കുമ്പോൾ യൗവനക്കാരായ പെൺകുട്ടികൾ പോലും സ്തോത്രം മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, യേശുവിന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് അതിനകത്ത്
മോചനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. സ്തോത്രം. നമുക്കൊരു രൂപാന്തരമുണ്ടാകും, ഒരു മാറ്റമുണ്ടാകും. യേശുവിന്റെ അടുക്കൽ വന്നാൽ നിശ്ചയമായിട്ടും അതൊരു പൂർണ്ണമായ സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കുമ്പോൾ അനേക കോളേജുകളുടെ മുമ്പിൽ നോക്കുമ്പോൾ മദ്യത്തിന് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് സ്തോത്രം ഒരു സുബോധമില്ലാതെ പലതരത്തിൽ അവർ മ്ലേച്ഛമായ ജീവിതങ്ങൾ നയിക്കുമ്പോൾ ഈ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നെങ്കിൽ പൂർണ്ണമായ മാറ്റം, മാനസാന്തരം ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നൽകി നിങ്ങളെ മാനിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ രണ്ട് കരങ്ങളും നീട്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുക. നിങ്ങൾ ഈ സന്ധ്യ സമയത്തോട്, നിങ്ങൾ ഈ ദേശത്തോട്, ഈ പുഞ്ചക്കരി ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല, യേശുവിന്റെ നാമമല്ലാതെ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല, യേശുവിന്റെ നാമമല്ലാതെ. ഈ നാമത്തെ ഉയർത്തുവാൻ, ഈ നാമസ്തുതി കർത്താവ്, ഈ യേശുവിന്റെ അടുക്കിലേക്ക് ആര് കടന്നു വരുന്നു അവർക്ക് സന്തോഷവും സമാധാനവും അനുഭവിച്ച് ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായി ആ സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഇടയിത്തരും. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം ഈ ദേശത്തെ ദൈവം അതിനായി ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സ്തോത്രം ഈ ദേശത്തിന് വേണ്ടി ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമായ കർത്താവെ, ഈ ദേശത്തെ പുഞ്ചക്കരി ദേശത്തെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം കർത്താവെ നശിച്ചു പോകുവാനല്ല, ഈ ദേശം അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെ നടക്കുന്ന കൃഷികൾ കർത്താവ് അനുഗ്രഹമുള്ള കൃഷികളായി വളരട്ടെ. കർത്താവ് സ്തോത്രം. അതിന്റെ കേടുപാടുകളൊന്നുമില്ലാതെ കർത്താവ് അവർ അധ്വാനിക്കുമ്പോൾ അതിൽ നിന്ന് നല്ല നന്മകൾ അനുഭവിക്കുവാൻ സ്വർഗ്ഗം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അധ്വാനിക്കുന്ന കർത്താവ് നന്മകളിൽ നിന്ന് കർത്താവ് അത് അന്യായപ്പെട്ടു പോകുവാനല്ല, മദ്യത്തിനും കർത്താവ് മയക്കുമരുന്നുകൾക്കും കർത്താവ് കൊണ്ടുവന്ന് കളയാനല്ല, കുടുംബം പോറ്റുവാൻ, കുടുംബങ്ങളെ കർത്താവ് നിലനിർത്തുവാൻ, അതിനു വേണ്ടിയിട്ട് ഹല്ലേലൂയ അവർ ചെയ്യുന്ന ഉപജീവന മാർഗങ്ങളെല്ലാം അനുഗ്രഹിക്കേണ്ടവരായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ത് ബിസിനസ് ചെയ്യുന്നു അതെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ഈ ദേശം അനുഗ്രഹിക്കട്ടെ കർത്താവ്. ഈ ദേശം ഹല്ലേലൂയ നല്ലൊരു പട്ടണമായി മാറട്ടെ കർത്താവ്. എല്ലാവരും നോക്കുമ്പോൾ ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമെന്ന് പറയത്തക്കവണ്ണം ഈ ദേശത്ത് ദൈവം മാനിക്കണമേ കർത്താവ്. മധ്യമാരികൾ പൂർണ്ണമായി കർത്താവ് സ്തോത്രം ഹല്ലേലൂയ മാനസാന്തരപ്പെടുവാൻ, കർത്താവ് പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഹല്ലേലൂയ ദുർചിന്തകൾ ഹല്ലേലൂയ മാർഗങ്ങളായി ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ പൂർണ്ണമായ മാനസാന്തരത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം ദേശത്തോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏത് വിഷയത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ ദേശത്തുണ്ടല്ലോ അപ്പ, അവരെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ അങ്ങ്. ഹല്ലേലൂയ. കഷ്ടതയുടെ ഹല്ലേലൂയ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസവും സമാധാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, കടബാധിതകളാൽ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്ക് ആശ്വാസം നീ പകർന്നു കൊടുക്കണമേ. കടം തീർക്കുവാൻ വഴികൾ നീ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേകരെ തെരുവിലെറിയുമ്പോൾ കർത്താവേ സ്തോത്രം, മാതാപിതാക്കളോട് മക്കളോട് സ്നേഹമില്ലാതെ സ്തോത്രം ഒരാദരവും കാണിക്കാതെ അവരോട് നികൃഷ്ടമായ ജീവിതങ്ങൾ കർത്താവ് നികൃഷ്ടമായുള്ള പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ഈ നാളുകളിൽ കർത്താവേ ഈ ദേശത്തിലുള്ളവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും അവരെ അനുസരിക്കുന്നവരുമായി തീരുവാൻ സ്വർഗ്ഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നീതി ഈ ദേശത്തിന്റെ മേൽ ഹല്ലേലൂയ വർഷിക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടർച്ചകളെ നീക്കണമേ. ഈ ദേശം അനുഗ്രഹമാപൂർവമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരകൾ ഞങ്ങൾ വരവേൽപ്പിക്കുന്നു. ഞങ്ങൾ കൽപ്പനയുടെ ഈ ദേശത്ത് വന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല, യേശുവിന്റെ നാമമല്ലാതെ എന്ന് വിളിച്ചു പറയുവാൻ ഒരു നല്ല ഞങ്ങളുടെ ശബ്ദം കേട്ട് എല്ലാവരെയും ഞങ്ങൾ ഉയർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത് കേട്ട് പൂർണ്ണമായ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കർത്താവെ പുറപ്പെടുവിക്കുവാൻ എല്ലാവരെയും ഒരുക്കണം. മഹത്വം പങ്കെടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു
യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാപങ്ങൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാപങ്ങൾ നീന്ന്. എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം. ലോകത്തിൻ്റെ ഇன்பം തേടി പാഴിനാക്കി വീതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാപങ്ങൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാപങ്ങൾ നീന്ന്. കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടുവേണ്ട സംശയം. രക്ഷിതാവ് നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാപങ്ങൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാപങ്ങൾ നീന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുഞ്ചക്കരി ദേശത്ത് അധ്യയനം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഒരു പരസ്യയോഗം നടത്തുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചതിനോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകുന്നു.